വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സേന ഹിസ്ബുള്ള സെപ്റ്റംബർ 11 വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത്. ഒരു മണിക്കൂറിൽ 60 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പോരാളികൾ തൊടുത്തുവിട്ടത്. ഈ റോക്കറ്റുകളിൽ 30 എണ്ണം ലക്ഷ്യമിട്ടത് ഗലീലി പാൻഹാൻഡിലിൽ ആയിരുന്നെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. കഫാസോൾഡിൽ റോക്കറ്റ് പതിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണങ്ങളിൽ ഒരു സൈനികന് പരിക്കേറ്റതായി ഇസ്രായേൽ സേന അറിയിച്ചു. പരിക്കേറ്റ സൈനികൻ്റെ നില ഗുരുതരമാണ്. മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചത്. സെപ്റ്റംബർ 10 ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോഴ്സ് ലീഡർ കാസിം ഷെയർ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വടക്കൻ ഇസ്രായേൽ സന്ദർശിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഇനി ഗസയിൽ നിന്ന് ലെബനൻ അതിർത്തിയിലേക്ക് മാറ്റുമെന്നും പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയത്. ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇസ്രായേലിനെ 45 റോക്കറ്റുകൾ കൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമിച്ചത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ യുദ്ധഭീഷണിക്ക് പ്രതികാരമായാണ് ഹിസ്ബുള്ള വലിയ തോതിൽ ആക്രമണം നടത്തുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ 100ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിച്ചത്. ഇറാൻ്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ സൈനിക വിഭാഗമുണ്ട്. 1982 ഒരു കൂട്ടം തീവ്ര ഷിയ പുരോഹിതന്മാരാണ് ഹിസ്ബുള്ള സ്ഥാപിച്ചത്. 1982 മുതൽ 2000 വരെ നീണ്ടുനിന്ന ഇസ്രായേലി അധിനിവേശത്തിൽ നിന്ന് തെക്കൻ ലെബനനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. ശേഷം ലെബനനിലും ഇസ്രായേലിലും അന്താരാഷ്ട്ര തലത്തിലും നടത്തിയ രക്തരൂഷിതമായ നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. വൻതോതിലുള്ള ചാവേർ ആക്രമണങ്ങളുടെ തുടക്കക്കാരായാണ് ഹിസ്ബുള്ളയെ അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കാക്കുന്നത്. തെക്കൻ ബെയ്റൂത്ത്, തെക്കൻ ലെബനൻ, കിഴക്കൻ ബക്ക താഴ്വര തുടങ്ങി ലെബനനിലെ പ്രധാന ഷിയ കേന്ദ്രങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഭീകര സംഘടനയുടെ പട്ടികയിലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.